യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്ത്, നീ തലപൊക്കി നോക്കി ഇരിക്കുന്ന ദേശത്ത് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിൽ എന്തുപോലാക്കും? പൊടി പോലെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പം വഴക്കുണ്ടാക്കാതിരുന്നവന് ദൈവം എന്ത് കൊടുത്തു? ഒരു അനുഗ്രഹം, വാഗ്ദത്തം കൊടുത്തു. ഇന്ന് രാത്രി പറയട്ടെ, വഴക്കുണ്ടാക്കിയാൽ വാഗ്ദത്തം കേൾക്കാൻ ഒക്കത്തില്ല. എന്നാൽ വഴക്കുണ്ടാക്കാതെ മാറി നിൽക്കുന്നവനെ തമ്പുരാൻ വാഗ്ദത്തം കൊടുത്ത് അനുഗ്രഹിക്കും. 14-ാം അധ്യായത്തിൽ ഒരു വാഗ്ദത്തം കിട്ടി, നിൻ്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ എന്തുപോലാക്കും? പൊടി പോലാക്കും. വീണ്ടും 15-ാം അധ്യായത്തിൽ ലോത്തിനെ രാജാക്കന്മാർ വന്ന് തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവൻ പിടിക്കപ്പെട്ടവനായിട്ട് കൊണ്ടുപോയി. പക്ഷേ ഇവിടെ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ഒരു തിയോളജി, ഒരു വലിയ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ അബ്രഹാം അപ്ലൈ ചെയ്തു. എന്താണ്? ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അന്ന് തീരുമാനിച്ചിട്ട് തന്നെ ഇങ്ങനെ ആക്കിയ ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി അബ്രഹാം തൻ്റെ വീട്ടിൽ വളർന്ന ആ യുദ്ധാഭ്യാസികളുമായ കായികാഭ്യാസികളുമായിട്ട് പോവുകയാണ്. പോയിട്ട് അവരെ നേടിയെടുത്തുകൊണ്ട് വന്നപ്പോൾ 14-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ കാണുന്നുണ്ട്, മൽക്കീസേദെക്ക് അവനെ എതിരേറ്റ് വന്നു. അതാണ് 14-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രഹാം എന്ത് കൊടുത്തു? സകലത്തിലും ദശാംശം കൊടുത്തു. ആ വാക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞ്. അവന് അബ്രഹാം എന്ത് കൊടുത്തു? സകലത്തിലും എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. ആര് കൊടുത്തു? അബ്രഹാം കൊടുത്തു. ആർക്ക് കൊടുത്തു? മൽക്കീസേദെക്കിന് കൊടുത്തു. ആരാണ് മൽക്കീസേദെക്ക്? ഉൽപ്പത്തിലേഖനത്തിൽ നമ്മൾ പറഞ്ഞുണ്ട്, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, അവന് ആദ്യനും അന്ത്യനുമായവൻ, ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നവൻ. മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള മഹാപുരോഹിതൻ നമുക്കുണ്ട്. ലേവ്യ പൗരോഹിതമല്ല. അപ്പോൾ ഈ മൽക്കീസേദെക്ക് ക്രിസ്തുവിന് പകരം നിഴലായി നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദശാംശം കൊടുത്തത് അബ്രഹാം, ദശാംശം കൊടുത്തത് ആർക്കാണ് കൊടുത്തത്? കർത്താവിനാണ് കൊടുത്തത്. നമുക്ക് അറിയാം, നാം ദശാംശം കൊടുക്കുന്നത് ഒരു പാസക്കാണെങ്കിൽ, ഒരു സഭയ്ക്കാണെങ്കിൽ അവർക്കല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ അത്യുന്നതനായ ദൈവത്തിനാണ് ദശാംശം കൊടുക്കുന്നത്. അങ്ങനെ അബ്രഹാം എന്ത് ചെയ്തു? അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, അതിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് അടിവരയിട്ടാൽ നല്ലതാണ്. സകലത്തിലും എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. അടിവരയിട്ട് സകലത്തിലും എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. പ്രിയരെ, 10 അധ്യായം കഴിഞ്ഞു. 24-ാം അധ്യായം 1-ാം വാക്യം, അബ്രഹാം വയസ്സ് എന്ന് വൃദ്ധനായി. ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. അപ്പം ചേർന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞ്, സകലത്തിലും ദശാംശം കൊടുത്താൽ എന്ത് കിട്ടും? സകലത്തിലും അനുഗ്രഹം കിട്ടും. കരം ഉയർത്തി ഒന്ന് പറയാമോ? സകലത്തിലും എന്ത് കൊടുക്കണം? ദശാംശം കൊടുക്കണം. എന്ത് കിട്ടും? സകലത്തിലും എന്ത് കിട്ടും? അനുഗ്രഹം കിട്ടും. ഉറക്കെ പറയാമോ? ഒന്നുകൂടെ പറഞ്ഞ്, സകലത്തിലും ദശാംശം. തെളിവ് 18-ൻ്റെ സംശയമുള്ളവർക്ക് 14-ൻ്റെ 20, 24-ൻ്റെ 1 സകലത്തിലും ദശാംശം കൊടുത്തു. 10 അധ്യായം കഴിഞ്ഞപ്പോൾ സകലത്തിലും എന്ത് കിട്ടി? അനുഗ്രഹം കിട്ടി. ഞാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ മക്കളോടും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പോക്കറ്റ് മണി കൊടുക്കും. വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ക്രിസ്മസിന് കിട്ടുമ്പോൾ അമ്മാച്ചനോ അപ്പാപ്പനോ ഒക്കെ ഇരിക്കട്ടെ കുഞ്ഞ് 500 രൂപ ഒരു ചുരിദാർ മേടിക്കാൻ. ആ 500 രൂപയ്ക്ക് നീ ദശാംശം കൊടുത്ത് പഠിച്ചാൽ നിൻ്റെ കൈകൊണ്ട് അതിൻ്റെ 10 മടങ്ങി കൊടുക്കാൻ ദൈവം അനുഗ്രഹിക്കും. ഇത് ഞാനൊരു എക്സാഗ്രേഷൻ പറയല്ല. കുഞ്ഞു കൈകൾ കൊണ്ട് കൊടുത്ത് പഠിച്ചാൽ ആ കൈകളിൽ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ദശാംശം എന്ന് പറയുന്ന ആ മേഖലയെ വളരെ കൃത്യമായി സൂക്ഷിക്കാനുള്ള ഒരു ദൈവകൃപ തന്ന് എന്നെ കാക്കണമേ. പ്രിയപ്പെട്ടവരെ, കൃത്യമായ ദശാംശങ്ങൾ ദൈവത്തിന് കൊടുത്താൽ അത് ദൈവത്തിനാണ് കൊടുക്കുന്നത്. ദൈവം നമ്മളെ സകലത്തിനും എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അത് അതിന് ആമയം പറയാവുന്നവർ കരമുയർത്തി ഒന്ന് ആമയം പറഞ്ഞേ. ആമയം പറഞ്ഞേ. കര ഉയർത്തി ഒരു നല്ല സന്തോഷത്തോടെ രാമൻ പറഞ്ഞ് സകലത്തിനും എന്ത് കൊടുക്കണം? ദശാംശം കൊടുക്കണം. അപ്പോൾ കർത്താവ് സകലത്തിനും എന്ത് ചെയ്യും? അപ്പം വലിയ കാര്യമാണെങ്കിലും വലിയ തുകയാണെങ്കിലും ചെറിയ തുകയാണെങ്കിലും കിട്ടുന്നതിനെല്ലാം ദശാംശം കൊടുത്ത് പഠിക്കുക. സകലത്തിനും ദശാംശം കൊടുത്തു. ദൈവം അബ്രഹാമിനെ എങ്ങനെ അനുഗ്രഹിച്ചു? സകലത്തിലാണ്. അപ്പം ദൈവം വീണ്ടും ഇടപെട്ടു. ശത്രുക്കളെ സ്നേഹിച്ച് വന്നവനെ വിടിവിച്ച് ലോകത്തിനെ രക്ഷിച്ച് വന്നവനെ ദൈവം സഹായിക്കുന്നു. ദൈവം ഇടപെടുന്നു. ദൈവം എതിരേറ്റ് വരുന്നു. അവനെ എതിരേൽപ്പാൻ വന്ന് അപ്പവും വീഞ്ഞും കൊടുക്കുന്നു. പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി. പിന്നെ അതിനുശേഷം അവൻ പാനപാത്രം എടുത്തു. അവൻ ക്രിസ്തുവിന് നിഴലായി. അവിടെ നമ്മളത് കാണുകയാണ്. എന്നാൽ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിന് വീണ്ടും വാഗ്ദത്തം കൊടുക്കുന്നു. നിൻ്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ എന്തുപോലാക്കും? നക്ഷത്രങ്ങളെപ്പോലെ ആക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ആക്കും എന്ന് ദൈവം പറയുന്നു. അങ്ങനെ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ട് അപ്പോൾ 2 തരത്തിലുള്ള സന്തതികൾ അബ്രഹാമിനുണ്ട്. ഒന്ന് 13-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരു സന്തതി, അത് ഭൂമിയിലെ പൊടി പോലുള്ള സന്തതി. എന്നാൽ 15-ാം അധ്യായത്തിലെ സന്തതി ആകാശത്തിലെ
നക്ഷത്രങ്ങൾ. ആരാണ് ഈ പൊടി പോലുള്ള? അപ്പോൾ 2 സന്തതികളുണ്ട് അബ്രഹാമിന്. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും കാണും. 2 ടൈപ്പിലുള്ള സന്തതികൾ. ഒന്ന് പൊടി പോലുള്ള സന്തതികൾ, ഭൂമിയിലെ പൊടി പോലെ. മറ്റൊന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ. ആരാണ് പൊടി പോലുള്ള മക്കൾ? അവരാണ് രാവിലെ എഴുന്നേൽക്കുന്നു, അവർ മണ്ണിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അവരെന്നും FDയുടെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഉമ്മ കൊടുത്ത് തിരിച്ചു വെക്കുന്നു. അവരെന്നും പൈസ എണ്ണി അടുക്കി വെക്കുന്നു. അവർ പാസ്ബുക്കിൽ എണ്ണം ഇങ്ങനെ നോക്കി ഇരിക്കുന്നു. അവരെല്ലാം ആരുടെ മക്കൾ? പൊടിയുടെ മക്കൾ. അവരവസാനം എങ്ങോട്ട് തന്നെ പോകും? പൊടിയിലേക്ക് തന്നെ പോകും. എന്നാൽ മറ്റൊരു മക്കളുണ്ട്. എവിടെ ഉണ്ട് കൺവെൻഷൻ? എവിടെ ഉണ്ട് ആരാധന? എവിടെ ഉണ്ട് കൂട്ടായ്മ? എവിടെ ഉണ്ട് ഉപവാസ പ്രാർത്ഥന? എവിടെ ഉണ്ട് ഇന്നത്തെ കൂട്ടായ്മ? എവിടെ? അതിന് വരുന്നു, നേരത്തെ വരുന്നു. അവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. യോഗം പോയാലും പിന്നെ 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പോകുമ്പോൾ എല്ലാവർക്കും കൈ കൊടുത്ത് ചുമ്മനം കൊടുത്ത് പോകുന്നു. അവരാരുടെ മക്കൾ? നക്ഷത്രങ്ങൾ. അതുകൊണ്ടാണ് പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ, നക്ഷത്രങ്ങൾ പോലെ. അപ്പം 2 മക്കൾ, ഒന്ന് പൊടിയുടെ മക്കൾ, മറ്റൊന്ന് ആകാശത്തിലെ മക്കൾ. അപ്പം നമുക്ക് ആരാകാം? ആകാശത്തിലെ മക്കളാകാം. അപ്പം ദൈവം അബ്രഹാമോട് പറയുന്നു, നീ ഒരു യാഗം കഴിക്കാൻ പറയും. എന്നിട്ട് 15-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാം യാഗം കഴിക്കുകയാണ്. യാഗം കഴിക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, നീ എല്ലാം പിളർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കാളക്കിടാവ് ഇതിനെയെല്ലാം പിളർന്നു. പക്ഷികളെ എന്ത് ചെയ്തില്ല? പിളർന്നില്ല. എന്നാലും അത് പിളർന്നില്ല. എന്താ കൃത്യമായ കാരണമെന്ന് നമ്മളിവിടെ കാണുന്നില്ല. എനിവേ, ഈ ആരാധന കഴിക്കുകയാണ്, പിളർന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്നാൽ അതിൻ്റെ ഒരു നൂലാമാലകളൊക്കെ അപ്പുറത്ത് പോകുന്നതിന് അപ്പുറത്ത് അതിൻ്റെ 15-ാം വാക്യത്തിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അബ്രഹാം ഇങ്ങനെ ആരാധന കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിളർന്നില്ല. ഉടലുകളിൽ മേൽ, ആരാധനയുടെ മേൽ, യാഗത്തിൻ്റെ മേൽ എന്തിറങ്ങി? റാഞ്ചം പക്ഷി ഇറങ്ങി. അബ്രഹാം ഉടനെ എന്ത് ചെയ്തു? ആട്ടിക്കളഞ്ഞു. ഇത് വളരെ ഗൗരവപ്പെട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ നമ്മുടെ ഉടലുകൾ, അതായത് ആരാധനയുടെ മേൽ എപ്പോഴും ഒരു സാധ്യതയുണ്ട്. എന്താ ഇറങ്ങും? റാഞ്ചം പക്ഷി ഇറങ്ങും. റാഞ്ചം പക്ഷി ഇറങ്ങുന്നത് എന്തിനാണ്? സിമ്പിൾ ഡെഫിനിഷൻ. റാഞ്ചം പക്ഷി ഇറങ്ങുന്നത് എന്തിനാണ്? റാഞ്ചിക്കൊണ്ട് പോകാനാണ്. ഇത് എന്ത് ചെയ്തുകൊണ്ട് പോകും? റാഞ്ചിക്കൊണ്ട് പോകും. പോകത്തില്ലേ? പോകാൻ സാധ്യതയില്ലേ? ഉണ്ട്. ഞാൻ നോക്കി എന്തൊക്കെ റാഞ്ചും. ഏറ്റവും കൂടുതൽ റാഞ്ചിയ ഒരു കാര്യമാണ് നമ്മുടെ ആരാധന റാഞ്ച്. നല്ലപോലെ കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആൻറ്റിയുടെ അടുത്ത് നിന്നുള്ള ഒരു ആൻറ്റി തോണ്ടി, നല്ലപോലെ കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൻറ്റി തോണ്ടി സംശയം ചോദിക്കുന്നത്, നിൽക്കുന്ന കൊച്ചിൻ്റെ പേരെന്താ? അച്ഛൻ നല്ലപോലെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തോണ്ടൽ, ആ സ്റ്റേജിൽ ഇരിക്കുന്ന പാസ്റ്ററെ കണ്ടോ? തീർന്നു. ഇയാൾ പിന്നെ നമുക്ക് എന്തോ ഇല്ല ആരാധിക്കായി. ഇങ്ങനെ തോണ്ടുന്നവരിടയ്ക്ക് പോയി ഇരിക്കരുത്. അവർ നിങ്ങളുടെ എന്ത് റാഞ്ചായിരിക്കുക? ആരാധന റാഞ്ചായിരിക്കുക. അതുകൊണ്ട് ആരാധന റാഞ്ചുന്ന ഒരാൾ അടുത്തിരിക്കുകയാണെങ്കിൽ, അവരെപ്പോഴും തോണ്ടുന്നുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച നിങ്ങൾ അവിടുന്ന് മാറിയിരിക്കണം. അവരോടുള്ള പിണക്കം കൊണ്ടല്ല, അവർ നമ്മുടെ എന്ത് റാഞ്ചും? ആരാധന റാഞ്ചും. സ്ഥിരം വർത്തമാനം പറയുന്നവരുണ്ട് ആരാധനയ്ക്ക്, സത്യമല്ലേ? അവരെടുക്കുക സ്ഥിരം കുത്തിയിരിക്കുകയും ചെയ്യരുത്. അവിടെ ഇരിക്കാൻ നമുക്കൊരു സുഖമാണ്. അങ്ങനെ വർത്തമാനം പറയുന്ന കൊച്ചടുത്തിരിപ്പുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു കൊച്ചേ, നീ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. നിനക്ക് ആ കൊച്ചിനോട് നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല? ജഡരക്തങ്ങളോടല്ല. പക്ഷേ അവിടുന്ന് മാറി ഇരുതിയില്ലെങ്കിൽ അത് നിൻ്റെ എന്ത് റാഞ്ചും? ആരാധന റാഞ്ച്. വലിയൊരു കാര്യം. നല്ല വിശുദ്ധരായ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഈ ചില പന്ന കൂട്ടുകെട്ടുകൾ കിട്ടും. എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണം, എല്ലാ മനുഷ്യനെയും സ്നേഹിക്കണം. പക്ഷേ അപ്പം തന്നെ എൻ്റെ സ്വഭാവത്തെ റാഞ്ചുന്ന ചിലരുണ്ടെങ്കിൽ അവരിന്ന് മനഃപൂർവ്വം മാറി നടന്നോണം. കാരണം എൻ്റെ സ്വഭാവശുദ്ധിയെ റാഞ്ചുന്ന കൂട്ടുകെട്ടുകളെ നമുക്ക് വേണ്ട, നമുക്ക് ആ ബന്ധങ്ങൾ വേണ്ട. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട മേഖല റാഞ്ചുന്നത് ഞാൻ കണ്ടു. അത് ദൈവാത്മാവിനോട് സംസാരിച്ചത് കുടുംബ പ്രാർത്ഥന എന്ന ആ വലിയ സംഭവമാണ്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. ഇങ്ങോട്ട് പോടി അങ്ങോട്ട് പോടി. അതിനകത്തായിട്ട് ഒരാളെന്നോട് പറയണം, കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇരിക്കുമ്പോൾ അവർ രണ്ടും കൂടെ വഴക്കുണ്ടാക്കും. അത് അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും. അച്ചാനങ്ങോട്ട് അടി തുടങ്ങും. അച്ചാനങ്ങോട്ട് അടിക്കുമ്പോൾ അമ്മ അങ്ങോട്ട് അടിക്കും. പിന്നെ പെതുക്കെ എല്ലാവരും എഴുന്നേറ്റ് പോകും. അങ്ങനെ പിശാച് എന്തോ റാഞ്ചിക്കൊണ്ട് പോയി? കുടുംബ പ്രാർത്ഥന. സത്യമായിട്ടും പറ, കുടുംബ പ്രാർത്ഥന റാഞ്ചിട്ട് കുടുംബ പ്രാർത്ഥന ഒരു കാര്യമില്ല, വഴക്കുണ്ടാക്കി. പിന്നെ എന്തോ നിന്നു? കുടുംബ പ്രാർത്ഥന റാഞ്ചുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ആരെ ഉപയോഗിക്കും? ഒന്നുമില്ല. മലക്കിടക്കെ കിടക്കുന്ന കൊച്ചിനെ അതിനെ ഉപയോഗിക്കും. ആരെങ്കിലും ഉപയോഗിച്ച് അല്ലേ ഒന്നുമില്ല. അന്നേരം പട്ടി കയറി വന്ന് പട്ടിക്കിട്ടും തൊട്ടിച്ച് പണ്ടാണ്ട് പറഞ്ഞ പോലെ ഒരു വഴക്കം ഉണ്ടാക്കാതിരുന്നപ്പം പട്ടി ഒന്ന് മുറുമുറുത്തു, പട്ടിയെ തൊഴിച്ചു, പട്ടി കടിച്ചു. പട്ടിയെ കടിച്ചപ്പം പട്ടിയെ അടിച്ചു, പട്ടിയെ അടിച്ചപ്പം പിള്ളേർ വിടങ്ങി. എന്തോ കാര്യം? ഒരു കാര്യമില്ല. ഇതെല്ലാം റാഞ്ചിക്കൊണ്ട് പോവുക. അതുകൊണ്ട് സത്യസന്ധമായിട്ട് മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കണം. എൻ്റെ കുടുംബ പ്രാർത്ഥനയെ പലപ്പോഴും ഇങ്ങനെ പിശാച് എന്നോട് ദൈവം ഇടപെട്ടൊരു കാര്യമാണ്. ഞാൻ ഈ യു പീപ്പിൾ ആണെന്നും പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരാളല്ല. എന്നോട് കർത്താവ് ഇടപെട്ടു. കുടുംബ പ്രാർത്ഥനയെ പലപ്പോഴും റാഞ്ചി. ഒരു കാര്യമില്ലാതെ, കർത്താവെ 2020 തമ്പുരാൻ തരികയാണെങ്കിൽ എൻ്റെ കുടുംബ പ്രാർത്ഥനയെ റാഞ്ചാൻ ഞാനൊരു ദുഷ്ടശക്തിയെ അനുവദിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി ഗൗരവമായി സഗൗരവവും
ദൈവസന്ധി തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇരുകരങ്ങളും ഉയർത്തി വളരെ ഗൗരവപ്പെട്ട് പ്രാർത്ഥിക്കണം. വേദപുസ്തകം കയ്യിലുണ്ടെങ്കിൽ ഒരു കരം ഉയർത്തിയാൽ മതി. എന്നിട്ട് വളരെ ഗൗരവം, അമ്മച്ചിയും അപ്പച്ചനും മക്കളും കൊച്ചുമക്കളും ആരെല്ലാം വീട്ടിലുണ്ടോ അവരെല്ലാം കൂടി ഇരുന്ന്, ചിലപ്പോൾ എന്നും പ്രിയപ്പെട്ടവൻ വീട്ടിൽ കാണത്തില്ല എങ്കിലും ഉള്ളവരെല്ലാവരും കൂടെ കൂടിയിരുന്ന്, കർത്താവെ, പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബ പ്രാർത്ഥനയെ റാഞ്ചുന്ന ദുഷ്ട ഒരു അരൂപി കുടുംബങ്ങളിൽ ഇറങ്ങിയതാണ് ഇന്ന് ഈ കുടുംബങ്ങളുടെ എല്ലാം പ്രശ്നത്തിന് കാരണമെന്ന് എളിവൻ പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഒക്കുവോ? ഒക്കത്തില്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന, അതായത് വളരെ നല്ല കുടുംബങ്ങളെ പോലും ആ കുടുംബ അന്തരീക്ഷത്തെ റാഞ്ചിക്കൊണ്ടുപോയ ദുഷ്ടശക്തി ഇന്ന് രാത്രി ആട്ടിക്കളയണം. എല്ലാം ഞാനിങ്ങനെ വലിയ ഒരു ഇമോഷണലല്ല പ്രസംഗിക്കുന്നതെങ്കിൽ പോലും എൻ്റെ അകം ഇങ്ങനെ കത്തുകയാണ്. അതിനോട് എനിക്ക് ഭയങ്കര വൈരാഗ്യമാണ്. കുടുംബ പ്രാർത്ഥന റാഞ്ചിക്കൊണ്ട് പോയ എളിവൻ്റെ വീട്ടിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഇത് രാത്രി യേശുവെ മട്ടക്കിത്ത 2020 കുടുംബ പ്രാർത്ഥനയുടെ വർഷമാക്കി മാറ്റണമേ, കുടുംബ പ്രാർത്ഥനയുടെ വർഷമാക്കി മാറ്റണമേ. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ കർത്താവിനോട് അങ്ങ് പ്രാർത്ഥിക്കും. പറ, കർത്താവെ, എൻ്റെ കുടുംബ പ്രാർത്ഥനകൾ ചട്ടങ്ങ പ്രാർത്ഥനകളല്ലാതെ മാറണം. അതിനകത്ത് ഞാൻ ചിലയിടത്തൊക്കെ ചെന്നപ്പോൾ എൻ്റെ അന്തം വിട്ടുപോയി. എല്ലാവരും കൂടി ഇരിക്കുന്നു, വേദപുസ്തകം വായിക്കുന്നു, എന്നിട്ട് അവരോട് ദൈവാത്മാവ് ഇടപെട്ടത് പറയുന്നു. പ്രായമുള്ള ഒരു അപ്പച്ചൻ അവസാനം ഒരു ദൂത് പറഞ്ഞ് കുടുംബ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങിയ പ്രതീതി അതൊന്ന്, എൻ്റെ കർത്താവപ്പച്ച ഞങ്ങളുടെ കുടുംബാരാധനകളെ തിരിച്ചു തരണമേ എന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശകാല ഹതന റിഗന എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളെയും കുടുംബാരാധനകളെ റാഞ്ചിക്കൊണ്ടുപോയ ദുഷ്ട അരൂപിയുടെ ശക്തികളിൽ നിന്ന് ഞാൻ പെന്തക്കോസ്തുകാരനല്ല, എന്നാൽ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഹല്ലേലൂയ കുടുംബ പ്രാർത്ഥനകളെ റാഞ്ചിക്കൊണ്ടുപോയ ദുഷ്ട അരൂപിയെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ബന്ധിച്ചിട്ട് മടക്കി തരട്ടെ. 2020 കുടുംബാരാധന വർഷമായി മാറട്ടെ. കുടുംബ പ്രാർത്ഥനകളുടെ യാഗപീഠങ്ങൾ പണിയപ്പെടുന്ന വർഷമായി മാറട്ടെ. കരങ്ങളടിച്ച് അല്പസമയം സ്തുതിച്ചേ, കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആ ദുഷ്ട റാഞ്ചിക്കൊണ്ടുപോയ റാഞ്ചൻ പക്ഷിയെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആട്ടിക്കളഞ്ഞ് അതിന് ആര് ലീഡർഷിപ്പ് എടുക്കണം? അപ്പന്മാർ ലീഡർഷിപ്പ് എടുക്കണം, അപ്പച്ചന്മാർ ലീഡർഷിപ്പ് എടുക്കണം, അമ്മമാർ ലീഡർഷിപ്പ് എടുക്കണം. കുഞ്ഞുങ്ങളെ നിങ്ങൾ ലീഡർഷിപ്പ് എടുക്കണം. ഒരു വേദപുസ്തകം എടുത്ത് പാഠപുസ്തകം എടുത്ത് ആ സമയമാകുമ്പോൾ ആരും പറയാതെ തന്നെ വെട്ടിക്കളിക്ക് രാജാവില്ലെങ്കിലും അവർ അണിയണിയായി പുറപ്പെടുന്ന പോലെ അതിനെ ആരെയും കുറ്റം പറയേണ്ട. ഒരു ഡിസിപ്ലിൻ ലോകത്തല്ല നടക്കേണ്ടത്, ഒരു ആത്മഭാരത്തോടെ നടക്കണം. ഇത് തകർത്താൽ കുടുംബങ്ങൾ തകരുമെന്നും ഇത് തകർന്നാൽ നാളെ മക്കളെ കിട്ടത്തില്ലെന്നും പിശാചിനെ അറിയാവുന്നത് കൊണ്ട് പിശാചിൻ്റെ സുന്നകദോസിൽ കൂടി ഏറ്റവും വലിയ റാഞ്ചാനൊരുക്കിയ ഒരു മേഖലയാണ് കുടുംബാരാധനകളെ റാഞ്ചിയത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് തിരിച്ചു മേടിക്കുന്ന രാത്രിയായി മാറേണ്ടത്. അത് സംഭവിച്ചേ ഒക്കത്തുള്ളൂ. ഭയങ്കര സജീവമായ ചടങ്ങല്ല, സജീവമായ ആത്മസാന്നിധ്യം തുളുമ്പി നിൽക്കുന്ന, അന്യഭാഷയിൽ ആരാധിക്കുന്ന, ദൂതും പ്രവചനങ്ങളുമുള്ള കുടുംബാരാധനകൾ ഉണ്ടാകാൻ നമുക്കൊരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഷക്കൽ ഘടകനം ഹതനം റിഗനം ആത്മസ്നാനം അന്യഭാഷ അടയാളത്തോടെ പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അവരെല്ലാവരും അതിനങ്ങൾ തുറന്ന് ദൈവത്തെ അല്പസമയം സ്തുതിച്ചാട്ട്. ശകനം ഈ ഒരു പോരാട്ടത്തെ കണ്ണു തുറന്ന് കാണണം. ഇതൊരു ഭയങ്കര ദുഷ്ട അരൂപിയുടെ പോരാട്ടം. ഇവൻ മനഃപൂർവ്വമായി അവൻ്റെ സുന്നഹദോസോട് കൂടി തീരുമാനിച്ച അവൻ ഇറക്കിവിട്ട റാഞ്ചൻ അത് കുടുംബങ്ങളിലേക്ക് അറിയാതെ വന്നു റാഞ്ചിക്കൊണ്ടുപോയി അസമാധാനത്തിൻ്റെ വിത്തുകൾ വിതച്ച്, അനൈക്യത്തിൻ്റെ വിത്തുകൾ വിതച്ച്, പരസ്പരം പോരടിപ്പിച്ച് കുടുംബാരാധനകളെ തകർത്ത ദുഷ്ട ആരൂപിയെ ഇന്ന് രാത്രി ഞങ്ങളുടെ കുടുംബങ്ങൾ വിട്ടു പോയിട്ട് ഭയങ്കര ദൈവകൃപയുള്ള ദൈവസാന്നിധ്യമുള്ള ആത്മസാന്നിധ്യം തുളുമ്പി നിൽക്കുന്ന അർഗം ജഗനം ദിഗനം രഗജം രകലം ശകനം ദിഗനക രന്ധം അത്തുര ഭക്ഷണ വൈഡവ രന്ധന ജുഡകര രഗജക രന്ധല ഹത്തന രഗനകര. ഇതെനിക്കറിയാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ അകം കത്തുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞ് ഇത് രാത്രി ഒരു പുതിയ തീരുമാനത്തോടെ മടങ്ങുക. വേദപുസ്തകത്തിൽ എവിടെങ്കിലും എഴുതിയിടണം. ഷക രഗന ഹതന റിഗന രഗല ഹംദന ദിഗൽ ഘടകന ഹത്തന ഭക്ഷണ വൈഡപ രന്ധൽ ഘടകം രിഗജം രഗനം ദഗനം ദിഗനം രഗജം രഗനം ശകന അർഘേരം രഗജം രഗനക രന്ധന ഹതന റിഗന രവന. യേശുവിൻ്റെ നാമത്തിൽ അത് മടങ്ങി വരട്ടെ. ചടങ്ങുകൾക്കപ്പുറത്തേക്ക് ഒരു സജീവമായ ഹല്ലേലൂയ റാഞ്ചിക്കൊണ്ടുപോയില്ലേ കുടുംബ പ്രാർത്ഥനകൾ, വ്യക്തിപരമായ പ്രാർത്ഥനകൾ, മണിക്കൂറുകൾ ദൈവസന്ധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ദുഷ്ടപിശാച് അത് റാഞ്ചിക്കൊണ്ടുപോയി. പിന്നെന്ത് ചെയ്തു? സഭകളുടെ ആരാധനയെ റാഞ്ചിക്കൊണ്ടുപോയി. പരമാർത്ഥമല്ലേ? 99 സമയങ്ങളിലൊക്കെ എൻ്റെ പ്രാദേശിക സഭയിൽ തീ കത്തുന്ന ആരാധനയായിരുന്നു. ഇടം വരെ നോക്കാതെ തീ ഇറങ്ങുന്ന ആരാധനകൾ ഉൾപ്പെട്ടു. അന്ന്
വലിയ ചില വ്യക്തികൾക്ക് അതിനോട് വിരക്തി ഉണ്ടായി. അവർ കർശനമായി അവരെ പ്രീതിപ്പെടുത്താൻ പിന്നെ നമ്മൾ എവിടെയൊക്കെയോ ഒന്ന് സ്ലോ ആക്കേണ്ടി വന്നു. പക്ഷെ മനസ്സിലായി പിന്നെ അവരും ശരിയായില്ല, സഭയുടെ വളർച്ച നിന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് ഇടപെട്ട ഒരു കാര്യമുണ്ട്. ആരാധനയെ റാഞ്ചാൻ ബുദ്ധിരാക്ഷസന്മാർ എഴുന്നേൽക്കും. നമ്മൾ അനുവദിക്കരുത്. കാരണം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ബുദ്ധിക്കപ്പുറത്താണ്. ഇങ്ങനെ റാഞ്ചിക്കൊണ്ട് പോയി, നമ്മുടെ കൃപാവരങ്ങളെ റാഞ്ചിക്കൊണ്ട് പോയി, നമ്മുടെ ആരാധനയെ റാഞ്ചിക്കൊണ്ട് പോയി, നമ്മുടെ കണ്ണീരിനെ റാഞ്ചിക്കൊണ്ട് പോയി, ഇന്ന് നമ്മുടെ ഐക്യതയെ റാഞ്ചിക്കൊണ്ട് പോയി. യേശുവിൻ്റെ നാമത്തിൽ സഭാതലത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ അതിൻ്റെ ആരാധനയെ കെടുത്തുന്ന, ഐക്യതയെ കെടുത്തുന്ന എല്ലാ റാഞ്ചം പക്ഷികളെ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഈ ആട്ടിക്കളയുകയാണ്. അബ്രഹാം ആട്ടിക്കളഞ്ഞതുപോലെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സഭയിൽ എന്താണ് പ്രശ്നമെന്ന്. സഭാ ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. അതിനകത്ത് ചിലപ്പോൾ അനൈക്യത്തിൻ്റെ റാഞ്ചം പക്ഷിയായിരിക്കാം, അതിനകത്ത് വിമർശനത്തിൻ്റെ ഒരു റാഞ്ചം പക്ഷിയായിരിക്കാം, അതിനകത്ത് കൃപാവരങ്ങളെ തകർക്കുന്ന ഒരു റാഞ്ചം പക്ഷിയായിരിക്കാം. ആരാധന അന്തരീക്ഷത്തെ പലതുപോലെ ദൈവസാന്നിധ്യം അനുഭവിക്കാത്ത പോലെ അതിനെ ഒരു റാഞ്ചലുകൾ കാണാം. കുടുംബങ്ങൾ നോക്കുക, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയും. പണ്ട് മാസത്തിൽ ഒരു 3 ദിവസമൊക്കെ ഉപവസിച്ചവരുണ്ട്. ഇന്ന് അതെല്ലാം നിന്ന് ഉപവാസവും പ്രാർത്ഥനയും റാഞ്ചിയിട്ടുണ്ടെങ്കിൽ കനത്ത വിലകൾ നമ്മൾ അതിന് കൊടുക്കേണ്ടി വരും. എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് റാഞ്ചിയത്? എന്താണ് എൻ്റെ സഭയിൽ നിന്ന് റാഞ്ചിയത്? ഇന്ന് രാത്രി ഞാനതിനെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ശാസിക്കാൻ ഒരു മിനിറ്റ് നമുക്കൊന്ന് ഒരുങ്ങാം. എൻ്റെ കുടുംബത്തിൽ നിന്ന് റാഞ്ചിക്കൊണ്ടുപോയ ദുഷ്ടശക്തി, ആ സന്തോഷത്തെ, സമാധാനത്തെ, കുടുംബ പ്രാർത്ഥനയെ, ഐക്യതയെ, എൻ്റെ പ്രാദേശിക സഭയിൽ നിന്ന് റാഞ്ചിക്കൊണ്ടുപോയ കൃപാവരങ്ങളെ എല്ലാം ഇന്ന് രാത്രി പിടിച്ചെടുക്കുന്ന രാത്രിയായി മാറണം. അതിനുവേണ്ടി ഒരു നിമിഷം ഒന്ന് തയ്യാറായിട്ട് എന്താണ് നമ്മുടെ മനസ്സിൽ ദൈവാത്മാവ് ബോധിപ്പിക്കുന്നത്, നമ്മളതിനെ കണ്ണ് തുറന്ന് കാണണം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അതിനെ ഒന്ന് കണ്ടാൽ ഇന്ന് രാത്രി അതിനെ ശാസിക്കാൻ കഴിയും. അങ്ങനെ ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ പ്രാദേശിക സഭയിൽ, എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ഇന്നലെ ഉണ്ടായിരുന്ന അനുഭവങ്ങളെ റാഞ്ചിക്കൊണ്ടു പോയത് ഞാൻ മനസ്സിലാക്കി. ഇന്ന് രാത്രി ആ റാഞ്ചം പക്ഷിയെ ഒന്ന് ആത്മാവിൽ ശാസിച്ച് പുറത്താക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഒരു മടങ്ങി വരവിൻ്റെയും മടക്കിയെടുക്കലിൻ്റെ രാത്രിയാക്കി ദൈവം മാറ്റും. അത് മനസ്സിലാക്കി ഒരു നിമിഷം കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് ശോധന ചെയ്തേ. എന്തൊക്കെ റാഞ്ചിക്കൊണ്ടുപോയി? എൻ്റെ ആത്മീയ ജീവിതത്തെ റാഞ്ചിയോ? എൻ്റെ വിശുദ്ധിയെ റാഞ്ചിയോ? എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ റാഞ്ചിയോ? എൻ്റെ കുടുംബ പ്രാർത്ഥനയെ റാഞ്ചിയോ? എൻ്റെ അന്യഭാഷയുള്ള ആരാധനയെ റാഞ്ചിയോ? എൻ്റെ വിശ്വാസത്തെ റാഞ്ചിയോ? എൻ്റെ സഭയുടെ ഐക്യതയെ റാഞ്ചിയോ? അതിനകത്ത് തീയിറങ്ങുന്ന ആരാധനയെ റാഞ്ചി കൊണ്ടുപോയി. റക ലക ദിഗ നഗശതുര അർഗൽ ഘടകനം റിഗനം ഷക ലകദന അർഗൽ ഘടകന റിബന ഹദന റഗന. ഇന്ന് രാത്രി അങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളെ റാഞ്ചിക്കൊണ്ടുപോയ എല്ലാ ആത്മീയ അനുഭവങ്ങളെ, അതിനു വേണ്ടി ഇറങ്ങിയ ദുഷ്ട അരൂപികളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് രാത്രി ശാസിച്ച് പുറത്താക്കുകയാണ്. അത് കുടുംബങ്ങളിൽ നിന്ന് പുറത്താകട്ടെ, അത് സഭകളിൽ നിന്ന് പുറത്താകട്ടെ, അത് ചിന്താ മണ്ഡലങ്ങളിൽ നിന്ന് പുറത്താകട്ടെ. കൃപാവരങ്ങൾ തിരിച്ചു വരട്ടെ, പ്രാർത്ഥനാ ജീവിതം തിരിച്ചു വരട്ടെ, ആത്മീയ അനുഭവങ്ങൾ തിരിച്ചു വരട്ടെ. അവിടെ ഉടലുകളുടെ റാഞ്ചം പക്ഷികൾ ഇറങ്ങി അബ്രഹാം അതിനെ ആട്ടിക്കളഞ്ഞു. റോബാല ഹദുന റബൽ ഘടകന ഹഷിയാംതുര. അതാണ് നമ്മൾ 15-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. വേഗത്തിൽ 16-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം, അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ചില പാഠങ്ങളെ നമ്മളിങ്ങനെ പഠിക്കുകയാണ്. 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്ക്, അബ്രഹാമിന് ഇസ്മായേൽ ജനിച്ചു. ഇസ്മായേൽ ജനിച്ചപ്പോൾ ആഗാർ അബ്രഹാമിനൊരു മകനെ പ്രസവിച്ചു. അവന് ഇസ്മായേൽ എന്ന് പേരിട്ടു. അബ്രഹാമിന് ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ ഹാഗർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? 86 വയസ്സായിരുന്നു. അപ്പം ഇസ്മായിലിനെ പ്രസവിക്കുന്നതിന് മുമ്പ് ഈ സംഭവം നടക്കുമ്പോൾ കുറഞ്ഞ പക്ഷം എത്ര വയസ്സ് കാണും? ഒരു വർഷം പുറമോട്ട് പോകാം. എത്ര വയസ്സ് കാണും? 85 വയസ്സ് കാണും. 12-ാം അധ്യായം വിളിച്ചിറക്കിയപ്പോൾ എത്ര വയസ്സ്? 75 വയസ്സ്. ഇപ്പോൾ കൃത്യം എത്ര വയസ്സ് കഴിഞ്ഞു? 10 വർഷം കഴിഞ്ഞു. 10 വർഷം മുമ്പ് കർത്താവ് അവരോടൊരു ദൂത് പറഞ്ഞു, ഞാൻ നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കും, ഞാൻ നിൻ്റെ പേര് വർദ്ധിപ്പിക്കും. 13-ാം അധ്യായത്തിൽ വീണ്ടും പറഞ്ഞു, ഞാൻ നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. 15-ാം അധ്യായത്തിൽ വീണ്ടും പറഞ്ഞു, പൊടി പോലെ വർദ്ധിപ്പിക്കും, നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കും. ഇതെല്ലാം സംഭവിച്ചു, ഇതെല്ലാം പറഞ്ഞു. പക്ഷേ നീണ്ട 10 വർഷങ്ങൾ നടന്നുപോയി, കൊഴിഞ്ഞുപോയി, ഒന്നും എന്ത് ചെയ്തില്ല? സംഭവിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സാറയ്ക്കൊരാഗ്രഹം, ആരെ വേണം? മക്കളെ വേണമെന്ന് അപ്പനെക്കാട്ടിലും കൂടുതൽ ആഗ്രഹിക്കുന്ന എപ്പോഴും ആരാണ്? അമ്മമാരാണ്. അങ്ങനെയാണ് പ്രകൃതി ഒരു കുഞ്ഞിനെ അണിയിച്ചൊരുക്കുന്നത്. ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അവൾക്കൊരാഗ്രഹമുണ്ട്, ആരാകണം? അമ്മയാകണം. അങ്ങനെയാണ് അവൾ അമ്മയെപ്പോലെ അണിഞ്ഞൊരുക്കും, അവൾ അമ്മയെപ്പോലെ ആക്ട് ചെയ്യും, അവൾ അങ്ങനെയാണ് കുഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് അമ്മയാകാനുള്ളൊരാഗ്രഹം ഈ കുട്ടിക്കുണ്ടായിരുന്നത് കൊണ്ട്, സാറയ്ക്കുണ്ടായിരുന്നത് കൊണ്ട് സാറ അബ്രഹാമിനെ നിർബന്ധിച്ചു, എനിക്ക് ആരാകണം?
അമ്മയാണ്. പക്ഷേ എനിക്ക് കുഞ്ഞുണ്ടാകുന്നില്ല. ദൈവത്തിന് അങ്ങനെ ഒരു വാഗ്ദത്തമുണ്ട്, കൊള്ളാം, നല്ല കാര്യം. പക്ഷേ അത് നടന്നില്ലെങ്കിലും നമ്മൾക്കൊരു വഴിയുണ്ടാക്കാം. ആ വഴിയാണ് ആര്? ആഗാർ. ആഗാർ ആരാണ്? മിസ്രയീമ ദാസി. ആ വാക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആരാണ് മിസ്രയീമ ദാസി? ഈ മിസ്രയീമ ദാസി അബ്രഹാമിൻ്റെ വീട്ടിൽ വരാൻ ഒരു കാര്യമുണ്ട്. 12-ാം അധ്യായത്തിൽ ക്ഷാമം വന്നപ്പോൾ ഇവരെവിടെ പോയി? മിസ്രയീമിൽ പോയി. ആ പോയതാണ് പോക്കിൻ്റെ പോലെ തിരിച്ചു വന്നപ്പോൾ കൂട്ടത്തിൽ ഒരു വാലറ്റം കൂടെ വന്നു. അതാരാണ്? ആഗാറാണ്. ആ പോയില്ലായിരുന്നേ കുഴപ്പമുണ്ടാകുമോ? ഇല്ല. അതുകൊണ്ട് ഇടക്കാലങ്ങളിൽ പിന്മാറ്റത്തിൽ പോകുന്നവരെല്ലാവരും ഓർത്തോണം, പിന്മാറ്റത്തിൽ പോയിട്ട് തിരിച്ചു വന്നാലും നിത്യത സെക്യൂറാക്കാം. കാരണം ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. പക്ഷേ അതിൻ്റെ ഒരു വാലറ്റം ഇങ്ങനെ കൂടെ എന്നും കാണും. അതിൻ്റെ ഒരു വാലറ്റം എന്നും കൂടെ കാണും. ഈ ഒരു വാലറ്റം ഇവരുടെ വീട്ടിൽ കണ്ടു. അതാണ് ആര്? ഹാഗർ. അത് കഴിഞ്ഞപ്പോൾ ഈ സാറ വന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, സാറായി, അബ്രഹാമേ, യജമാനെ, എനിക്ക് ആരെ വേണം? കുഞ്ഞിനെ വേണം. അതുകൊണ്ട് നീ എനിക്ക് ഒരു കുഞ്ഞിനെ തരണം. ആര് തരണം? ഹാഗറിൽ തരണം. അങ്ങനെ ഹാഗറിൻ്റെ അടുക്കൽ, അതൊന്ന് അന്നൊരു കഷ്ടമാണ്. ഹാഗറിൻ്റെ അടുക്കൽ പോയിട്ട് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പോയി. ഹാഗർ ഗർഭിണിയായി. ഹാഗർ ഗർഭിണിയായപ്പോഴത്തേന് ഈ സാറ ഹാഗറിൻ്റെ മട്ട് മാറി. അവൾക്ക് സാറ 16-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 14-ാം വാക്യം, ഗർഭം ധരിച്ചു എന്ന് കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് എന്തായി? നിന്ദിതയായി. എന്ന് പറഞ്ഞാൽ ഹാഗറിന് ആരെ നിന്നയായി? സാറയെ നിന്നെ. നീ വലിയ യജമാനത്തിയാണ്, പക്ഷേ നിനക്കാരില്ല, മക്കളില്ല. കണ്ടോ, നിൻ്റെ കെട്ടിയോൻ്റെ, നിൻ്റെ യജമാനൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട്. ഇപ്പം വേലക്കാരത്തി ആരായി? യജമാനത്തി ആരായി? ദാസിയായി. ആകെ സങ്കടം. അപ്പം സാറയോട് നിന്ദിച്ചപ്പോൾ സാറയുടെ മട്ട് മാറി. സാറ നേരെ വന്ന് അബ്രഹാമിനോട് പറയുകയാണ്, അയ്യോ എനിക്കങ്ങ് സങ്കടം തോന്നി. സാറയെക്കുറിച്ച് നമ്മളൊരു വാക്ക് വെച്ചിട്ട്, അവൾ എപ്പോഴും അബ്രഹാമിനെ എന്തെന്ന് വിളിച്ചു? യജമാനനെ എന്ന് വിളിച്ച ഒരു പെണ്ണ്. അതാണ് സാറ. എന്തൊരു കാര്യത്തിലാണ് വേദപുസ്തകമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയം അവിടെ മട്ട് മാറി. അവൾ പറയാണ്, അപ്പോൾ സാറായി അബ്രഹാമിനോട്, 5-ാം വാക്യം, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീയാണെന്ത്? ഉത്തരവാദി. നീ ഉത്തരവാദിയാണ്. യജമാനെല്ലാം മാറി, ഇപ്പോൾ എന്തായി? നീയായി. ഇതാണ് പലപ്പോഴും സഹോദരിമാരുടെ ഒരു പ്രശ്നം. അവരെന്ത് ചെയ്യുന്നറിയാമോ? എല്ലാ കാര്യത്തിനും നമ്മളെ കൊണ്ട് ചാടിപ്പിച്ചിട്ട് അത് എല്ലാം സക്സസ് ആയ അവർക്ക് സന്തോഷം. എന്നാൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ അവരങ്ങ് ഒറ്റ തുള്ളല. അന്നേരമേ ഞാൻ പറഞ്ഞതാ, പക്ഷേ എൻ്റെ വാക്ക് കേൾക്കത്തില്ലല്ലോ. കൊച്ചിനെ പറഞ്ഞ് മെഡിസിന് വിട്ടു. അമ്മ ഒറ്റ ഒരുത്തിന് നിർബന്ധം വിട്ട. കൊച്ചു തോറ്റുപോയി. അന്നേരമേ ഞാൻ പറഞ്ഞതാ മെഡിസിന് വിടണ്ടാന്ന്. ഇങ്ങനെ ഒറ്റ ആഗ്രഹമായിരുന്നു, ഡോക്ടറാക്കണം. സന്തോഷമായല്ലോ. ഞാൻ പറയുന്നത് കേൾക്കത്തില്ല, നമ്മുടെ വാക്കിന് വിലയില്ലല്ലോ. അപ്പോൾ ഞാനല്ല പറഞ്ഞ്, നീയല്ലേ പറഞ്ഞ് തുള്ളല്. അബ്രഹാം പറഞ്ഞതുപോലെ മിണ്ടാതിരിക്കണം. കാരണം അതുപോലെ അച്ചാച്ചാന്നൊക്കെ വിളിച്ചത് അങ്ങ് മാറും. പിന്നെ എന്താ പറയും? മനുഷ്യാന്ന് വിളിക്കുമ്പോൾ ഓർത്തോണം, യജമാനെന്ന് വിളിച്ച സാറ എന്തെന്ന് വിളിച്ചു? നീന്ന് വിളിച്ചു. അന്നേരം അബ്രഹാം കൈയെടുത്ത് അടിച്ചോ? മേലിൽ നീന്ന് വിളിക്കണം. ഒന്നുകൂടെ ധൈര്യം കൊണ്ടോടി. ചൂണ്ടുന്ന വിരൽ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറഞ്ഞതുപോലൊക്കെ ജീവിച്ചാൽ നമ്മളും അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽ മക്കളായിട്ടൊക്കെ ജീവിക്കാം. അതുകൊണ്ട് ഇവരിങ്ങനെ തിരിച്ചു പറയും. അവരുടെ കാര്യം പോലെ നടന്നില്ലെങ്കിൽ അവരുടെ മട്ടും ഭാവം മാറും. അപ്പം അബ്രഹാം സാറായോട് പറഞ്ഞു, സാറാ ഇതാ പക്ഷേ ഇവിടെ ഒരു ദൂത് കിടപ്പുണ്ട്. സാറായോട് പറഞ്ഞു, സാറാ നീ പോയിട്ട് നിൻ്റെ ഹാഗറിനോട് നിൻ്റെ ഇഷ്ടം പോലെ എന്ത് ചെയ്തോളാൻ പറഞ്ഞു? അവൾ പോയിട്ട് അതിൻ്റെ 6-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞപ്പോൾ സാറ പോയിട്ട് അവളോട് എന്ത് തുടങ്ങി? കാഠിന്യം തുടങ്ങി. അതാണ് എഴുതി 6-ാം അധ്യായത്തിൽ, കാഠിന്യം തുടങ്ങി. അപ്പോൾ ആര് ഓടിപ്പോയി? ഹാഗാർ ഓടിപ്പോയി. എൻ്റെ പൊന്ന് സഹോദരിമാരെ, നിങ്ങൾ ഫെമിനിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്നെ കല്ലെറിയരുത്. പക്ഷേ ഒരു പരമാർത്ഥമുണ്ട്. ഒരു സ്ത്രീ ഓടിക്കണമെന്ന് വെച്ചാൽ അവൾ ഓടിച്ചിരിക്കും. ഒരു മരുമകളെ വീട്ടിൽ നിന്ന് ഓടിക്കണമെന്ന് അമ്മായിമ്മ തീരുമാനിച്ചോ, അവരെന്ത് ചെയ്തിരിക്കും? ഓടിച്ചിരിക്കും. ഒരു അമ്മായിമ്മ ഓടിക്കണമെന്ന് അവൾ തീരുമാനിച്ചോ, എന്ത് ചെയ്തിരിക്കും? ഓടിച്ചിരിക്കും. നാത്തൂനെ വീട്ടിൽ കയറ്റരുന്ന് അവർ തീരുമാനിച്ചോ, ഓടിച്ചിരിക്കും. ഈ നാത്തുമാർ കൂടി ഇവളെ ഒതുക്കണമെന്ന് തീരുമാനിച്ചോ, അവരൊതുക്കിയിരിക്കും. ഒരു പാസ്റ്ററെ ഓടിക്കണമെന്ന് ഭാര്യ അവർ തീരുമാനിച്ചോ, ഓടിച്ചിരിക്കും. പലപ്പോഴും ഓടിക്കാൻ അച്ചാച്ചന്മാരെ ഇളക്കുന്ന ആരാന്നറിയാമോ? സഹോദരിമാരാ. അച്ചാൻ ഇങ്ങോട്ട് തുടങ്ങണം. പാർശ്വ നേരെ ചാടി വരുമ്പോൾ അമ്മാമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, എങ്കിൽ വാ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞാൽ അച്ചായൻ പറയും, ഉള്ളതായിട്ടുള്ള എന്ന് വെച്ചാൽ ഉള്ളത്. പുള്ളി ശാന്തനാകുന്ന കാണാം. ഒറ്റ നോട്ടത്തിൽ ശാന്തനാകും, ഒറ്റ നോട്ടത്തിൽ ഇളകും. പക്ഷേ ഇവരെന്ത് തുടങ്ങി? കാഠിന്യം തുടങ്ങി. പക്ഷേ ഇവിടെ വലിയൊരു അപകടം ഉണ്ടാകാൻ കാര്യമുണ്ട്. ഈ അബ്രഹാമിനെക്കുറിച്ച് സാറയെക്കുറിച്ചും ദൈവത്തിനൊരു പ്ലാൻ എ ഉണ്ടായിരുന്നു. ആ പ്ലാൻ എ ആരാണ്? ഇസഹാക്കാണ്. പക്ഷേ കുറേ നാൾ കാത്തിരുന്നപ്പോൾ അത് വരാഞ്ഞപ്പോൾ ഇവരെന്തോ ഉണ്ടാക്കി? പ്ലാൻ ബി ഉണ്ടാക്കി. ഈ പ്ലാൻ ബി ആണ് അവരുടെ ജീവിതത്തിൽ അപകടമായത്. ഈ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ 2 പ്ലാൻ നടക്കാം. ഒന്ന് ദൈവത്തിൻ്റെ പ്ലാൻ എ, അല്ലെങ്കിൽ നമ്മളായിട്ടുണ്ടാക്കിക്കൊണ്ട് വരുന്ന പ്ലാൻ ബി. ഞാൻ വളരെ എളിയവൻ കൈകൂപ്പി പറയുകയാണ്, ഇന്ന് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു അപകടം, 1000 പേരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവദാസനാണ് ഞാൻ.
1000 പേരുടെ പേര് പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ട്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സങ്കടം ഇപ്പം കാണുന്നത്, കല്യാണമൊക്കെ വരുമ്പോൾ പിള്ളേർ പോയി എവിടെയെങ്കിലും കണ്ടെത്തും. എന്നിട്ട് അവർ പറയാണ് ദൈവാത്മാവ് ഇടപെട്ടെന്ന്. ഞാൻ ചോദിച്ചു, എങ്ങനെ ഇടപെട്ടു? വേദവസം തുറന്നപ്പം കിട്ടി, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ഇടപെട്ട് പാർഷയെ അതൊക്കെ പിന്നെ കിട്ടിയ വാക്യങ്ങളെല്ലാം ദൂതായിരുന്നു. ഞാൻ പാർഷയെ ഉപവസിച്ചെന്ന്, എൻ്റെ പൊന്നു കൊച്ചേ അതൊന്നും വെച്ചുകൊണ്ടൊന്നും ഇടപെട്ടരുത്, പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ. എന്നിട്ട് കിട്ടിയില്ലേ ആഗ്രഹം? എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. ഒരു കല്യാണം ഉണ്ടെങ്കിൽ പ്ലാൻ എ നടക്കാവൂ, എൻ്റെ പ്ലാൻ ബി നടക്കരുത്. എല്ലാ അമ്മമാരും ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കണം. അതെന്നോട് കർത്താവ് പ്രസംഗിക്കാൻ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയാണ്. എളിയദാസന് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കും. 18-16 വയസ്സാകുമ്പോൾ പെൺപിള്ളേരെ ഓർത്ത് പ്രാർത്ഥിക്കണം നല്ല കല്യാണം കിട്ടാൻ. കഴിവത് ഇവളുമാരെന്നോ വേണ്ടാന്ന് പറഞ്ഞാലും ഒരു 23-25 വയസ്സിൽ കെട്ടിച്ചു വിടണം. കെട്ടിച്ചു വിട്ടിട്ട് ഒരു 30 വയസ്സാകുന്നതിന് മുമ്പ് ഇവർക്കെല്ലാം പിള്ളേരുണ്ടാകണം. എന്നിട്ട് ആ പിള്ളേരെ അവരൊരു 50 വയസ്സിൽ കെട്ടിക്കണം. എന്നിട്ട് ചുമ്മാ വയസ്സാം കാലത്ത് വർത്താനം വിളിച്ചുകൊണ്ട് നടക്കണം. ഇത് 28-30 വരെ വെച്ചോണ്ടിരുന്നിട്ട് ഇപ്പം 38 പിള്ളേർ കിട്ടുന്നില്ല. എന്നിട്ട് പറയുക കർത്താവിൻ്റെ കുഴപ്പമാണ്. കർത്താവിൻ്റെ കുഴപ്പമല്ല. എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്ത് നടക്കണം? വിവാഹം നടക്കണം. അത് എന്ത് നടക്കണം? ഏത് പ്ലാൻ? പ്ലാൻ എ. നമ്മുടെ വീടുകളിലെല്ലാം എന്തേ നടക്കാവൂ? ദൈവത്തിൻ്റെ പ്ലാൻ എ. ഹൃദയം നിറഞ്ഞ് പറയുക, പേടിച്ച് പറയുക. ഇന്ന് പ്ലാൻ ബി നടക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് പിള്ളേരെ കരഞ്ഞാൽ, ഉപവസിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, വഴക്കുണ്ടാക്കിയാൽ നടന്നെന്നിരിക്കും. അതിനു മുമ്പ് നിന്നെ വണ്ടി ഇടിപ്പിച്ച് ചിലപ്പം തമ്പുരാൻ കൊന്നൊന്നും വരത്തില്ല. പക്ഷേ അവിടെ വലിയ വിലകൾ നാളുകളിൽ കൊടുക്കേണ്ടി വരും. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുകയാണ്, എൻ്റെ സഭയിൽ വിവാഹം നടക്കുകയാണ്, കർത്താപ്പച്ച പ്ലാൻ എ മാത്രമേ നടക്കാവൂ. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കര ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്. വിവാഹം കഴിക്കാനുള്ള മക്കൾ ഉൾപ്പെടെ, വിവാഹത്തിലാകാൻ പ്രായമായ മക്കളോ കൊച്ചുമക്കളോ ഉള്ളവർ, അല്ല നമ്മുടെ സഭയിൽ ഒത്തിരി മക്കളുണ്ടെന്നുള്ള ബോധ്യമുള്ള ദൈവദാസന്മാരെല്ലാം കരമുയർത്തി ദൈവത്തോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച ചില നിമിഷങ്ങളിൽ. ഇന്ന് പ്ലാൻ ബി പലതും നടക്കുന്നത്. പ്ലാൻ ബി ആണ് നടക്കുന്നത്. പ്ലാൻ എ നടക്കാവൂ. യേശുവിൻ്റെ നാമത്തിൽ പ്ലാൻ എ നടക്കാവൂ. പ്ലാൻ എ നമ്മുടെ ജീവിതത്തിൽ നടക്കാവൂ. കർത്താവെ, പ്ലാൻ ബി നടത്തുക എന്നുള്ളതാണ് ദുഷ്ടൻ്റെ പദ്ധതി. അവൻ നിന്നോട് പറയും, അവൻ നിന്നോട് വാക്യത്തിലൂടെ ഇടപെടും, അവൻ നിന്നോട് പല രീതിയിൽ ഇടപെടും. നിൻ്റെ കൂട്ടുകാർ നിന്നെ പ്രലോഭിപ്പിക്കും. ചിലപ്പോൾ പലതും അങ്ങനെ വന്നെന്നിരിക്കും. കർത്താവെ, അടങ്ങിയിരുന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിനക്ക് എന്നെക്കുറിച്ചൊരു പ്ലാൻ എ ഉണ്ട്, നിനക്ക് എന്നെക്കുറിച്ചൊരു പ്ലാൻ എ ഉണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഞാനും നീ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന്. ആ പദ്ധതി നിൻ്റെ തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്ന്. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിന്നെയും കുറിച്ചൊരു പദ്ധതി തമ്പുരാൻ ഉണ്ടെങ്കിൽ ആ തമ്പുരാൻ്റെ പദ്ധതിക്കകത്ത് ഒരു പെർഫെക്റ്റ് പ്ലാൻ എ ഉണ്ട്. ഒരു പെർഫെക്റ്റ് പ്ലാൻ എ ഉണ്ട്. പ്രത്യേകിച്ച് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ലൈവിൽ കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഇത് എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കുന്നവരോട് ഞെളിയവൻ പറയുകയാണ്, കുഞ്ഞെ, നീ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ച് വാശി പിടിച്ച് നടക്കുന്ന ഒരു സമയമാണെങ്കിൽ, ഇപ്പോൾ നീ കൊണ്ടു നടക്കുന്ന പ്ലാൻ ബി ആണെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ തർജ്ജനം ചെയ്ത് പ്രബോധിപ്പിക്കുന്നു. കുഞ്ഞെ, ഒരു നിമിഷം അടങ്ങിയിരുന്ന് ദൈവത്തോട് പറ, എൻ്റെ ജീവിതത്തിൽ പ്ലാൻ ബി വേണ്ട, എൻ്റെ ജീവിതത്തിൽ പ്ലാൻ എ മതി. എൻ്റെ വീട്ടിൽ പ്ലാൻ ബി വേണ്ട, പ്ലാൻ എ മതി. കരമുയർത്തി പ്രാർത്ഥിച്ച് വളരെ കുറിച്ചിടണേ. എവിടെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ചിടണേ. വേദപുസ്തകത്തിലൊന്ന് അടയാളപ്പെടുത്തിയിടണേ. പ്ലാൻ എ ആകാവൂ, പ്ലാൻ ബി വേണ്ട. പ്ലാൻ എ ആകാവൂ, പ്ലാൻ ബി വേണ്ട. നിങ്ങൾ നിർബന്ധിച്ചൊരു വണ്ടി എടുക്കാൻ പോവുകയാണ്, ഒരു ബൈക്ക് എടുക്കാൻ പോവുകയാണെങ്കിൽ പോലും ദൈവഹിതമില്ലാത്ത വഴക്കുണ്ടാക്കിപ്പോയി ബൈക്കൊക്കെ എടുത്ത് ഒത്തിരി പിള്ളേർ അകാലത്തിൽ പൊലിയുമ്പോൾ ഒരു ബൈക്ക് എടുക്കുകയാണെങ്കിൽ പോലും ഒരു 2 ദിവസം പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവത്തോടൊന്ന് ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ പ്ലാൻ എ മതി കർത്താവേ, പ്ലാൻ എ മതി. ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പറയണം, അതിൻ്റെ ജോലി സാധ്യതയും ശമ്പളവും ഒന്നും മാത്രമല്ല, എന്നെക്കുറിച്ചുള്ള പ്ലാൻ എ മാത്രം നടക്കാവൂ. എവിടെ പഠിക്കാൻ പോകണം? ബാംഗ്ലൂരുണ്ട്, ഊട്ടിയുണ്ട്, കൊടൈക്കലുണ്ട്, ഏറ്റവും അടിപൊളി സ്ഥലത്ത് തന്നെ പോകണം. അല്ല കുഞ്ഞെ, തമ്പുരാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു പ്ലാൻ എ എന്ന സ്ഥലമുണ്ട്. ആ പ്ലാൻ എയിലേ പോകാവൂ. മതി കർത്താവേ, എൻ്റെ ലൈഫിൽ പ്ലാൻ എ മതി, പ്ലാൻ ബി വേണ്ട. പ്ലാൻ എ മതി, പ്ലാൻ ബി വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. അതിനുവേണ്ടി ഒരു സബ്മിഷൻ ഉണ്ടാകട്ടെ, അതിനുവേണ്ടി ഒരു ഒബീഡിയൻസ് ഉണ്ടാകട്ടെ. എന്തിനു വേണ്ടി? പ്ലാൻ എയ്ക്ക് വേണ്ടി. എന്നാൽ 16-ാം അധ്യായത്തിൽ ഇവരെന്തിനു പോയി? പ്ലാൻ ബിക്ക് പോയി. പ്ലാൻ ബി ആണ് അപകടമായത്. ആ പ്ലാൻ ബി അപകടമായപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവർക്ക് ഇസ്മായിലിനെ കൊടുത്തു. ദൈവം അനുവദിക്കും. എപ്പോഴും ഓർത്തോണം,
പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട്, പെർമിസീവ് പ്ലാൻ ഉണ്ട്. അനുവദിക്കപ്പെട്ട പ്ലാൻ ബികൾ ദൈവം തരും. ദൈവം വഴങ്ങും പ്രിയരെ. വഴങ്ങുന്നത്, ദൈവം ഫ്ലെക്സിബിൾ ആകുന്നത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയും ദൈവം കൊണ്ടാണ്. അവിടെയും ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. പക്ഷേ പെർഫെക്റ്റ് പ്ലാനിന് വിധേയപ്പെട്ടവരുടെ നാളുകൾ അനുഗ്രഹമായിരിക്കും. ഈ പ്ലാൻ എയ്ക്കൊരു പ്രശ്നമുണ്ട്, ആദി കയ്പായിരിക്കും. എന്നാൽ പ്ലാൻ ബിക്കൊരു പ്രശ്നമുണ്ട്, ആദി രസമായിരിക്കും, അന്ത്യം കയ്പായിരിക്കും. എന്നാൽ പ്ലാൻ എയ്ക്കൊരു പ്രശ്നമുണ്ട്, ആദി കയ്പാണെങ്കിലും അന്ത്യം മധുരമായിരിക്കും. അതുകൊണ്ടാണ് ദൈവമക്കൾ ഇങ്ങനെ പാടുന്നത്, ആദിങ്കൽ കയ്പാകിലും അന്ത്യമോ മധുരമാത്രേ. പ്ലാൻ എയിൽ വിവാഹം കഴിഞ്ഞവർക്കൊക്കെ അറിയാം, ആദിയിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, രോഗവും ദുഃഖവും പ്രയാസമൊക്കെ. എന്നാൽ ഓരോ ദിവസവും കഴിയും തോറും, അതാണ് കാനായിലെ വീടിൻ്റെ പ്രത്യേകത. അവർ പറയും, എല്ലാവരും ആദ്യം നല്ലത് കൊടുക്കും, പിന്നെ എളുപ്പത്തിൽ കൊടുക്കും. എന്നാൽ തമ്പുരാൻ തന്ന വീഞ്ഞിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് കാലം പഴകും തോറും, വാർദ്ധക്യം ചെല്ലും തോറും അതിന് വീര്യം കൂടിക്കൊണ്ടിരിക്കും, അതിന് സ്നേഹം കൂടിക്കൊണ്ടിരിക്കും. ആദിങ്കൽ കയ്പാകിലും അന്ത്യമോ മധുരമാത്രേ, ആദി ഇങ്കൽ കയ്പാകിലും. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഓ പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല, നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ആമേൻ. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ആമേൻ. ആദിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ, ആദിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. എവിടെങ്കിലും ഒന്ന് നിർത്തണ്ടേ? 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ 86 വയസ്സായി. പക്ഷേ 17-ാം അധ്യായം തുടങ്ങുമ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായി? 99 വയസ്സ്. കണ്ടോ, 13 വർഷം കഴിഞ്ഞ്. 86-ന്റെയും 99-ന്റെയും ഇടയ്ക്ക് എത്ര വർഷമുണ്ട്? 13 വർഷം. ഈ 13 വർഷം ആര് സംസാരിച്ചില്ല? ദൈവം സംസാരിച്ചില്ല. ഇതാണ് പ്ലാൻ ബിക്ക് പോയുള്ള കുഴപ്പം. ദൈവസാന്നിധ്യം നഷ്ടപ്പെടും, ദൈവത്തിൻ്റെ ഇടപെടൽ നഷ്ടപ്പെടും. നിരന്തരം നമുക്ക് ഈ 13 വർഷം കണ്ടോ, 13 വർഷം. എന്നിട്ടും ദൈവം അവൻ്റെ അടുക്ക വന്നു, അബ്രഹാമേ എന്ന് വിളിച്ചു, അവനോട് സംസാരിക്കുകയാണ്. അപ്പോൾ എത്ര വയസ്സായി? 99. എന്നാൽ 17-ന്റെ 3 കണ്ടോ, ദൈവം വന്നു. എല്ലാവരും ഉറക്കെയൊന്ന് വായിച്ചേ. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് എന്ത് ചെയ്തു? നമസ്കരിച്ചു. സാഷ്ടാംഗം വീണു. എൻ്റെ പ്രിയരെ, വയസ്സ് എത്ര ഉണ്ട്? 99 വയസ്സ്. 99 വയസ്സുള്ള പടുക്കളവൻ 10-13 വർഷം ഇവന് കാണാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഒറ്റയാളുടെ വാക്കിനാണ് ഈ മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത്. ആരുടെ? ദൈവത്തിൻ്റെ. ആ ദൈവം 13 വർഷം മിണ്ടിയില്ല. എന്നും വന്നുകൊണ്ടിരുന്നതിനെ കണ്ടില്ല. കാരണം ഒറ്റ കുഴപ്പമാണ്, എന്തിൻ്റെ പുറകെ പോയി? പ്ലാൻ ബിയുടെ പുറകെ പോകരുതേ. താൽക്കാലിക ലാഭത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പേരിൽ, എൻ്റെ പൊന്നും മക്കളെ, വാശിയുടെ പേരിൽ പോയി പ്ലാൻ ബി കെട്ടരുത്. പ്ലാൻ ബി കല്യാണം കഴിക്കരുത്. ആ മേഖല തന്നെ ഞാൻ ആവർത്തിക്കുന്നു. പ്ലാൻ ബിയുടെ കല്യാണം നമ്മുടെ വീട്ടിൽ വേണ്ട. കാരണം നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെക്കുറിച്ചൊരു പ്ലാൻ ദൈവത്തിനുണ്ട്. അത് വിശ്വസിക്കണം. ഞാൻ നിനക്കായി കരുതുന്ന ദൈവമാണെന്ന് എത്ര പേർക്ക്? എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ, എൻ്റെ വിചാരങ്ങളല്ല നിൻ്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു പ്ലാനേ ഉള്ള ഒരു ദൈവം എനിക്ക് വേണ്ടി വിചാരപ്പെടുന്നവനായി, കരുതുന്നവനായി ദൈവ ഉയരത്തിലുണ്ടെന്നുള്ള ബോധ്യം അകത്തളങ്ങളിൽ ഉണ്ടാകണം. പ്ലാനേ. ഈ പ്ലാൻ ബിയുടെ പുറകെ പോയിട്ട് ദൈവം അവനെ 13 വർഷം കണ്ടില്ല. അപ്പം ദൈവം അവൻ്റെ അടുക്ക വരുന്നു. ദൈവമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, ദൈവശബ്ദം തിരിച്ചറിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ 99-കാരൻ ഒരു കാര്യം ചെയ്തു. അവൻ സാഷ്ടാംഗം വീണ് എന്ത് ചെയ്തു? നമസ്കരിച്ചു. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയാണ്. 99 വയസ്സുള്ള അപ്പച്ചൻ കർത്താവിൻ്റെ മുമ്പിൽ കവന്ന് വീണം. അപ്പോഴാണ് 16-കാരൻ കാലും വെച്ച് ചൂയിങ്കം ചവച്ച് ദൈവസന്ധി ഇരിക്കുന്നത്.
സങ്കടം തോന്നുന്നുണ്ട്. 99കാരൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ തമ്പുരാനെ സ്തുതിക്കാൻ തുടങ്ങി. എങ്ങനെ? കവിണ് വീണ് സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവമേ, ബോഡി ലാംഗ്വേജിന് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ബോഡി ലാംഗ്വേജിന് വലിയ കാര്യമില്ല. എന്നാൽ ദൈവസന്ധി വരുമ്പോൾ അകത്തുള്ളത് പുറത്തു കൊണ്ടിരുന്ന ഒരു ശരീരഭാഷയുണ്ട്. ശരീരഭാഷയ്ക്ക് വലിയ ഘടകമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവിടെയുള്ളവരും ചോദിക്കും പുറമാണോ നോക്കേണ്ടത്? അല്ല. പക്ഷേ ഒരു മറുവശം കൂടെ ഉണ്ട്. അകം നിറയുന്നത് പുറത്ത് വരുമെങ്കിൽ, അകം നിറയുന്നത് പുറത്ത് വരുമെങ്കിൽ എവിടെയൊക്കെ കുറച്ചുകൂടെ ഒരു വിനയത്തിൻ്റെ ആരാധനയുടെ ശരീരഭാഷകൾ നമ്മുടെ സമൂഹത്തിൽ വെളിപ്പെടാൻ സമയമായി. ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? നിത്യം പ്രാർത്ഥിക്കുമോ? പട്ടത്തെ എപ്പിസ്കോപ്പൽ സഭകളിൽ പോലും പ്രിയപ്പെട്ടവരെ കാണുന്ന ഒരു പ്രത്യേക ശരീരഭാഷകളുണ്ട്. അത് പുറത്തുനിന്ന് എന്തും ആയിക്കോട്ടെ, എന്നാൽ വളരെ പ്രായാധിക്യം കൊണ്ട് ഇന്നും അബ്രഹാമിന് കവിണ് വീണ് ആരാധിക്കാമെങ്കിൽ എൻ്റെ കൊച്ചു മക്കളെ എന്തുകൊണ്ട് മുട്ടയിരുന്ന് ആരാധിച്ചുകൂടാ? എന്തുകൊണ്ട് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാ? എന്തുകൊണ്ട് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുകൂടാ? ഇന്ന് രാത്രി ദൈവത്തോട് പറ, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുക. എൻ്റെ പ്രായം അതിന് തടസ്സമല്ല. അബ്രഹാമിൻ്റെ പ്രായം അതിന് തടസ്സമല്ലായിരുന്നെങ്കിൽ 18കാരാ നിൻ്റെ കോളേജ് അതിന് തടസ്സമല്ല. 18കാരത്തി നിൻ്റെ ഒരുക്കം അതിന് തടസ്സമല്ല. 20കാരാ നിൻ്റെ കൂട്ടുകാരതിന് തടസ്സമല്ല. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർ തീരുമാനിക്കുക? കരങ്ങളെ ചേർത്തടിച്ച് ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു 99കാരൻ സാഷ്ടാംഗം വീണ് ആരാധിച്ചെങ്കിൽ നാളെ വിശുദ്ധ സഭായോഗം, നമ്മുടെ സഭായോഗങ്ങളിൽ കുറച്ചുകൂടെ അലക്ഷ്യതകളില്ലാതിരിക്കട്ടെ, കുറച്ചുകൂടെ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കട്ടെ, കുറച്ചുകൂടെ കോട്ടുവായിടാതിരിക്കട്ടെ, കുറച്ചുകൂടെ ഉറക്കം തോങ്ങാതിരിക്കട്ടെ, കുറച്ചുകൂടെ വചനം കേട്ടിരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവമേ, എൻ്റെ അബ്രഹാം സാഷ്ടാംഗം വീണതുപോലെ എൻ്റെ പ്രാർത്ഥനാമുറി നിൻ്റെ മുമ്പിൽ വീണ് കിടക്കുക. എൻ്റെ ആരാധനയിൽ നിന്നെ സ്തുതിക്കുക. എൻ്റെ ശരീരഭാഷ കുറച്ചുകൂടെ വിനയത്തിൻ്റെതാകാൻ, കുറച്ചുകൂടെ ഭക്തിയുടേതാകാൻ, കുറച്ചുകൂടെ ദൈവകൃപയുടേതാകാൻ ഇന്ന് രാത്രി സഹായിക്കണമേ എന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ഗ്ലോറി 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 ഗ്ലോറി. അതിന് നല്ല ഭാഷ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. 10 കമ്പിയുള്ള വീണ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ വായ വിസ്താരത്തെ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. കൈകളെ മലർത്തി ദൈവസന്നിധിയിൽ നിൽക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മുട്ടിന്മേൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ശരീരഭാഷ കുറച്ചുകൂടെ ദൈവത്തിന് യോജിക്കുന്നതാകട്ടെ, ദൈവകൃപയ്ക്ക് യോജിക്കുന്നതാകട്ടെ. 17-ാം അധ്യായത്തിൽ അബ്രഹാം ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അങ്ങ് നീണ്ടു പോകും. അധ്യായങ്ങൾ പിന്നെയും കിടക്കുകയാണ്. എന്നാൽ 18-ാം അധ്യായം കൊണ്ട് നിർത്താം. 18-ാം അധ്യായത്തിൽ 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ വരുന്നു. പാഠം പഠിപ്പിച്ചു. അബ്രഹാമിൻ്റെ വീട്ടിൽ വരുന്നു. ആര്? 3 പുരുഷന്മാർ. ആ പുരുഷന്മാർ ആരാന്ന് ആർക്കറിയത്തില്ല, അബ്രഹാമിന് അറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മനുഷ്യൻ എത്ര വയസ്സായി? 99. ഇനി പോട്ട് 100 ഒരു വർഷം കൂടെ കഴിഞ്ഞ് കാണുമോ? ഇല്ല. ഏതായാലും 100 വയസ്സ് അടുക്കാറായി. 100 വയസ്സ് അടുക്കാറായപ്പോൾ 3 പുരുഷന്മാർ വന്നു. 3 പുരുഷന്മാർ ഒരിക്കലും ഈ 100 വയസ്സ് കാണത്തില്ല. അവരൊരു ചെറുപ്പക്കാർ 3 പേർ വീട്ടിൽ കയറി വന്നു. വീട്ടിൽ കയറി വന്നപ്പോൾ ഈ അപ്പൻ്റെ കൂടാരവാതൊക്കെ നിൽക്കുകയായിരുന്നു. ഈ 100 വയസ്സുള്ള അപ്പൻ എന്തോ എന്നറിയാമോ? അവനെ എതിരേൽപ്പാൻ എന്ത് ചെയ്തു? ഓടിച്ചെന്നു. എന്നിട്ട് ഒരു വാക്ക്, അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന വാക്ക് എന്തുവരെ കുനിഞ്ഞു? നിലം വരെ കുനിഞ്ഞു. നിലം വരെ കുനിഞ്ഞു. അബ്രഹാം പഠിപ്പിച്ചു. ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ഈ കൊച്ചു പിള്ളേർ കയറി വന്നപ്പം എന്തുവരെ കുനിഞ്ഞു? നിലം വരെ കുനിഞ്ഞു. അതാണ് 13-ാം അധ്യായം എബ്രായ ലേഖനത്തിൽ എഴുതി വരിക്കുന്നത്. അബ്രഹാം ദൂതന്മാരെ അവരറിയാതെ എന്ത് ചെയ്തു? സൽക്കരിച്ചു. അപ്പോൾ ഇത് ദൂതന്മാരാണെന്നറിയത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ വിനയപ്പെട്ടവൻ മനുഷ്യൻ്റെ മുമ്പിലും കുറച്ചുകൂടെ വിനയത്തോടെ നിൽക്കും. മനുഷ്യൻ്റെ മുമ്പിൽ ഒരു വിനയത്തിൻ്റെ ഭാഷ കാണാം. ഇന്ന് മനുഷ്യരൊരു അഹങ്കാരത്തിൻ്റെ ശരീരഭാഷയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു നോട്ടമൊക്കെ നോക്കുന്ന കണ്ടാൽ പിടിച്ചു പോകും. ഒരു പ്രായമുള്ളവരെ കണ്ടാൽ ഒന്ന് ബഹുമാനിക്കാനോ. എന്നാൽ നിലം വരെ കുനിഞ്ഞില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ട് കാര്യമുണ്ട്. ഒരു വലിയ യോഗം നടക്കുകയാണ്. ഇന്ന് ഒരു സമയത്ത് വളരെ ഉപയോഗിക്കപ്പെട്ട വളരെ പ്രായമുള്ളൊരു ദൈവദാസൻ ആ സ്റ്റേജിൽ വന്നു. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നടക്കാനൊന്നും വയ്യ. എല്ലാവരും അങ്ങ് പോയി. അപ്പോൾ ഞാൻ അവിടെ ഗസ്റ്റ് സ്പീക്കറാണ്. ഞാനിത് കഴിഞ്ഞിട്ട് ഈ ദൈവദാസനെ കയ്യെ പിടിച്ച് പതുക്കെ കൊണ്ടുപോയി തൻ്റെ വണ്ടിയെ കയറ്റി ഇരുത്തി. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടല്ല, കയ്യെ കയറ്റി ഇരുത്തി. എനിക്കങ്ങനെ തോന്നി. വണ്ടിയെ കയറ്റിയല്ല ഇരുത്തി. വണ്ടി മുമ്പോട്ട് എടുക്കുകയാണ്. ഈ മനുഷ്യൻ എന്നെ തിരികെ വിളിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ആ 2 കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊടുക്കിയിട്ട് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതൊക്കെ ഒരു ഭയങ്കര ഓർമ്മയിലിങ്ങനെ താളം
കെട്ടി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, വിനയത്തിൻ്റെ ഒരു ഭാഷ സൗഭാഗ്യം വിളിച്ചു വരുത്തും, അനുഗ്രഹം വിളിച്ചു വരുത്തും. അബ്രഹാം എന്ത് ചെയ്തു? നിലം വരെ കുനിഞ്ഞു. നിലം വരെ കുനിഞ്ഞിട്ട് ഒരു വാക്കാണ് പറഞ്ഞത്, യജമാനെ എന്നോട് കൃപയുണ്ടെങ്കിൽ. വഴിയെ വന്ന സഹോദരന്മാരാ ഓടിച്ചെന്ന് വിളിച്ചിട്ട് പറയാണ്, എന്നോട് കൃപയുണ്ടെങ്കിൽ ഇവിടം വിട്ട് എന്ത് ചെയ്യരുതേ, പോകണ്ടേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിൻ്റെ കിഴി ഇരിപ്പി, ഒരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. അടുത്ത വാക്ക്, ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ. ഈ മനുഷ്യൻ എന്നെ പഠിപ്പിച്ചു. ബഹുമാനത്തോടെ വന്ന പുരുഷന്മാരോട് പറയാണ്, എനിക്കൊരു വീട് ദൈവം തന്നെങ്കിൽ അത് വേറി വന്നവരുടെ വിശപ്പടക്കുന്ന ഒരു വീടാണ് അബ്രഹാമിൻ്റെ വീട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികളായ നമുക്ക് വന്നത് എന്താ? നമുക്ക് തമ്പുരാൻ വീട് തന്നത് ഒറ്റ കാര്യത്തിനാണ്, വീട്ടിൽ കയറി വന്നവർ വിശപ്പടക്കിയിട്ട് പോകുന്നൊരു വീടാക്കി മാറ്റണം. ആത്മീയ വിശപ്പും ഭൗതിക വിശപ്പും. ഒരു ധർമ്മക്കാരൻ ഉച്ചയ്ക്ക് കയറി വന്നാലും ഒരു തുള്ളി വെള്ളം കൊടുത്ത്, ഒരു ചോറ് കൊടുത്ത്, ഒരു വീട്ടിൽ കയറി വരുന്ന മീൻകാരനാണെങ്കിലും ഒരു ചോറുണ്ടെങ്കിൽ ചോറ് കൊടുത്ത്, ഒരു കാപ്പി കൊടുത്ത് വിടുന്ന ഒരു വീടാക്കി ക്രൈസ്തവ വീടുകൾ മാറിയാൽ അവിടെ ഒരു അനുഗ്രഹമുണ്ട്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശു ജാതികൾക്ക് വരും. നമുക്ക് ആ വാക്യം ഒരുമിച്ച് പറയാം. എൻ്റെ വീട്ടിൽ വരുന്നവൻ്റെ എന്തടക്കണം? വിശപ്പടക്കണം. കരമുയർത്തി പറഞ്ഞേ, എനിക്കൊരു വീടുണ്ട്, ആ വീടിനെ ഇങ്ങനെ ഞാൻ വിളിക്കുന്നു. വീട്ടിൽ വന്ന എല്ലാവരുടെയും എന്തടക്കണം? വിശപ്പടക്കുന്ന ഒരു വീടാക്കി. ആത്മീയ വിശപ്പും സ്നേഹത്തിൻ്റെ വിശപ്പും വയറിൻ്റെ വിശപ്പും ഒക്കെ അടക്കുന്ന ഒരു വീട് എനിക്ക് തരണേ കർത്താവേ. എൻ്റെ വീട് വിശപ്പടക്കുന്ന വീടാക്കട്ടെ. അബ്രഹാം പഠിപ്പിക്കുന്നു, എനിക്കൊരു വീടുണ്ട്, വിശപ്പടക്കുന്ന വീട്. നമുക്ക് തമ്പുരാൻ തന്ന വീട് വിശപ്പടക്കുന്ന വീട്. ഒരിക്കലോട് പറഞ്ഞ് വിശപ്പ് അതാഗ്രഹിക്കുന്നവർക്കാരെ ഉയർത്തി പ്രാർത്ഥിച്ച് നമ്മൾ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. എന്നാൽ നിർത്തുകയാണ് ഇവിടം കൊണ്ട്. തമ്പുരാനെ എവിടെ പോയാലും നീ എനിക്കൊരു വലിയ വീടോ കൊച്ചു വീടോ തരട്ടെ. ആ വീട് ഒറ്റ ലക്ഷ്യം, വരുന്നവിടെയെല്ലാം വിശപ്പടക്കുന്ന ഒരു വീട്. കർത്താവെ, അതല്ലാത്തൊരു വീടിന് എന്തർത്ഥം? വിശപ്പടക്കുന്നൊരു വീട്. കരമുയർത്തി അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ച്. എന്തൊരു സന്തോഷമാണ്! വിശപ്പടക്കുന്നൊരു വീട്. കർത്താപ്പച്ച വീട് തന്നു, തിരിച്ചറിയുന്നു. വിശപ്പടക്കുന്ന വീടാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം. വിശപ്പടക്കുന്ന വീടാക്കി, വിശപ്പടക്കുന്ന വീടാക്കി, വിശപ്പടക്കുന്ന വീടാക്കി ഞങ്ങളുടെ വീടുകളെ മാറ്റും. വിശപ്പടക്കുന്ന വീടാക്കി നിങ്ങളുടെ വീടുകളെ മാറ്റും യേശുവിൻ നാമത്തിൽ.